മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞു വീഴുന്ന ഒരു തീക്കുണ്ടാരം സജ്ജീകരിച്ചിരുന്നു നമ്രൂദ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിക്കലായിരുന്നു ലക്ഷ്യം. ആ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ ഇതെല്ലാം നോക്കി നിൽക്കുന്ന ഒരു സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ രക്ഷിക്കട്ടെ, ഇവിടെ നിന്ന് ആരും അറിയാതെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുന്ന ഒരു സമയത്ത് ഇബ്രാഹിം നബി പറയുന്ന ഒരു ഉത്തരമുണ്ട്, എന്ത്? ഹസ്ബി അല്ലാഹ്, എനിക്ക് എൻ്റെ റബ്ബ് മതി. എന്നെ സഹായിക്കാൻ ഒരാളുടെയും ആവശ്യം എനിക്കില്ല. എന്നെ സഹായിക്കാൻ, എനിക്ക് താങ്ങും തണലുമാകാൻ. അല്ലെ, പലരും പലപ്പോഴും വന്ന് പറയാറുണ്ട്, ഉസ്താദെ ഞാൻ എത്ര നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, സുന്നത്ത് നോമ്പ് എടുക്കാറുണ്ട്, പലതും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ പ്രയാസങ്ങളുടെ തീച്ചൂളയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ എന്നോട് എൻ്റെ റബ്ബ് ഇങ്ങനെ എന്ന് പലരും ആശങ്ക പറയാറുണ്ട്. ഈ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഹസ്ബി അല്ലാഹ് അലൈസല്ലാഹു കാഫിൻ അബ്ദ, ഒരു വിശ്വാസിക്ക് അവന്റെ റബ്ബ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെന്താ വേണ്ടത്? അതുകൊണ്ട് പ്രതിസന്ധികൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും റബ്ബ് കൂടെയുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഏത് അവസാന ഘട്ടത്തിലും നാട്ടുകാരൊക്കെ പുറത്താക്കിയപ്പോഴും ചീഞ്ഞളിഞ്ഞ ശരീരവുമായി അയ്യൂബ് നബി നടന്നു നീങ്ങിയത് എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. ആ ഒരു ആത്മവിശ്വാസത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.